watch me. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന കാറിൽ എങ്ങനെ ഒരു സബ്വൂഫർ ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇന്നിവിടെ എൻ്റെ കയ്യിലുള്ളത് ഒരു സീൽഡ് സബ്വൂഫർ ബോക്സാണ്. സീൽഡ് സബ്വൂഫർ ബോക്സ് എന്ന് വെച്ചാൽ അതിൽ നമ്മുടെ എയർ പോകാനുള്ള ആ ഒരു ഹോള് കാണത്തില്ല. സോണിയുടെ എക്സ്പ്ലോഡ് 1000 വാട്ടിൻ്റെ സബ്ബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റുള്ള സബ്വൂഫർ ബോക്സ് വെച്ച് ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൽ കുറച്ച് സ്പേസ് കുറഞ്ഞ വണ്ടികളിൽ യൂസ് ചെയ്യാൻ നല്ലതാണ്. പോർട്ടഡ് ബോക്സ് ആകുമ്പോൾ ഹോൾ വരുന്ന ബോക്സ് ആകുമ്പോൾ വലിയ സ്ഥലം വേണം വയ്ക്കാൻ. ഇതിൽ ഞാൻ ആംപ്ലിഫയർ ബോക്സിൻ്റെ പുറകിലായിട്ട് തന്നെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതും സോണിയുടെ തന്നെ എക്സ്പ്ലോഡിൻ്റെ അതേ ആംപ്ലിഫയർ തന്നെയാണ് വെച്ചിരിക്കുന്നത്. 350 വാട്ട് 2 ചാനൽ ആംപ്ലിഫയർ ആണ്. 2 സ്പീക്കർ കണക്ട് ചെയ്യാവുന്ന ആംപ്ലിഫയർ ആണ്. 2 ചാനൽ ആംപ്ലിഫയർ എക്സ്പ്ലോഡ്. അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന 2 ചാനലൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ച് നല്ല റേറ്റിൽ കിട്ടുന്നു, കുറഞ്ഞ റേറ്റിൽ കിട്ടും. 4 സ്ക്രൂസ് ഉപയോഗിച്ചാണ് പുറകെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ഥലപരിമിതിയുള്ള വണ്ടികളിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സീറ്റിനടിയിലൊക്കെ സെറ്റ് ചെയ്യാം. ഞാനിത് ബോക്സിൻ്റെ പുറകിലായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ എന്ന് വരുന്ന ഇൻപുട്ടാണത്. സ്റ്റീരിയോ എന്ന് വരുന്ന വയർ ഇതിലാണ് കൊടുക്കേണ്ടത്. അടുത്തൊരു LPF എന്ന് പറയുന്നൊരു മോഡുണ്ട്, അത് ലോ പാസ് ഫ്രീക്വൻസി. സബ്വൂഫറിനാണെങ്കിൽ അതിനകത്തു നിന്നുള്ള ലോ ഫ്രീക്വൻസി മാത്രം കടത്തിവിടുന്നതിന് വേണ്ടിയാണ് ലോ പാസ് ഫ്രീക്വൻസിയുടെ ബോർഡ് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ സബ്വൂഫറിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ലോ പാസ് ഫ്രീക്വൻസി ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ സ്പീക്കറിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ലോ പാസ് ഫ്രീക്വൻസി ഓഫ് ചെയ്തിടുക. ഇവിടെ അതിൻ്റെ നമ്മുടെ ഫ്രീക്വൻസി ലെവൽ ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബട്ടണുണ്ട്. ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൻ്റെ റേഞ്ച് വരെ പോകുന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ആവശ്യാനുസരണം നമുക്ക് ട്യൂൺ ചെയ്ത് വെക്കാവുന്നതാണ്. അത് മാക്സിമം വയ്ക്കാതിരിക്കാൻ നോക്കുക, ഫുള്ള് വെക്കരുത്, അപ്പം ക്ലിപ്പിംഗ് ഉണ്ടാവും, ആംപ്ലിഫയർ ക്ലിപ്പ് ചെയ്യും. അടുത്തത് പവർ ഇൻഡിക്കേറ്ററാണ്. കറക്റ്റ് പവർ കണക്ഷൻ കിട്ടുമ്പോൾ അതിനകത്ത് ലൈറ്റ് കത്തുന്നതായിരിക്കും. അടുത്ത നമ്മുടെ സ്പീക്കർ കണക്ഷനാണ്. ഇത് 2 ചാനൽ ആംപ്ലിഫയർ ആണ്. അപ്പോൾ 2 സ്പീക്കർ കണക്ട് ചെയ്യാനുള്ള പിന്നാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവും ആദ്യത്തെ സ്പീക്കറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ്, രണ്ടാമത്തെ പോസിറ്റീവ് നെഗറ്റീവാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ ബോക്സിൽ യൂസ് ചെയ്യുന്ന ഒറ്റ സബ്വൂഫറാണ്. അപ്പോൾ ബാക്കിൽ വേറെ സ്പീക്കേഴ്സിനൊന്നും ഞാൻ ഇത് യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ആ സബ്വൂഫർ ബ്രിഡ്ജ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. ബ്രിഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്പീക്കറിൻ്റെ പോസിറ്റീവും രണ്ടാമത്തെ സ്പീക്കറിൻ്റെ നെഗറ്റീവിലുമായിട്ട് 2 വയർ കണക്ട് ചെയ്തിട്ട് ആ വയറുകൾ നേരെ നമ്മുടെ സബിലോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ രണ്ട് സ്പീക്കറിലോട്ട് പോകുന്ന പവർ നമുക്ക് ഒറ്റ സ്പീക്കറിൽ കിട്ടും. അപ്പോൾ ഞാൻ സബ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നേരെ ഞാൻ ഡയറക്റ്റായിട്ട് വൂഫറിൻ്റെ പിന്നിലാണ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് വയറിംഗ് ആണ്. ഇതിപ്പോൾ പോസിറ്റീവ് ടെർമിനലിൽ നിന്നുള്ള ബാറ്ററിയിൽ നിന്നുള്ള ഡയറക്റ്റ് കണക്ഷനാണ്. ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തൊരു വയറാണത്. കണക്ഷൻ ഒന്ന് കാണിക്കാം. ആണ് വയർ. ഇതൊരു ഇൻസുലേഷൻ വെച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ പോസിറ്റീവ് അതിനകത്ത് ഒരു ഫ്യൂസ് നിർബന്ധമായും കൊടുക്കണം. എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് വരെ ഉണ്ടാകുമ്പോൾ ഈ ഫ്യൂസ് അങ്ങ് കുത്തിയോളും, നമ്മുടെ യൂണിറ്റ് സേഫ് ആയിരിക്കും. ഈ ചൂടൊക്കെ ആവുന്ന എൻജിൻ ക്യാബിൻ ചൂടാവുന്നതുകൊണ്ട് ഞാൻ ഇതിനകത്തൊരു ഇൻസുലേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനൽ ആയതുകൊണ്ട്. അവിടെ കാണുന്ന ആ ഗ്രോമറ്റിനകത്തൂടെയാണ് ഞാൻ ഈ വയറകത്ത് ക്യാബിനകത്ത് എടുത്തിരിക്കുന്നത്. ക്യാബിനകത്തൂടെയാണ് വണ്ടിയുടെ ബാക്ക് വരെ വയർ കൊടുത്തിരിക്കുന്നത്. ഈ ഗ്രോമറ്റിനകത്ത് ഇവിടെ വയർ കടത്തി വിടുവാണെങ്കിൽ നമുക്ക് കാറിൻ്റെ ക്യാബിനകത്ത് വയർ എത്തിക്കാൻ പറ്റും. ഈ വയർ ഇവിടെ അടിയിൽ കൂടി ആ ഗ്രോമറ്റിലൂടെ എടുക്കുമ്പോൾ ക്യാബിനകത്ത് കിട്ടും. ഇതാണ് വയർ. ഗ്രോമറ്റിൽ കൂടെ അകത്തെടുത്ത വയറാണിത്.
ഇതിലേക്കൂടെ ഈ വയർ നേരെ വണ്ടിയുടെ ബാക്ക് വരെ എടുത്തിട്ടുണ്ട്. ഇതിലേക്കൂടെ നേരെ വണ്ടിയുടെ ബാക്ക് വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ കറുപ്പ് ഇൻസുലേഷൻ ഉള്ളതാണ് നമ്മുടെ പോസിറ്റീവ് വയർ, ബാറ്ററി എന്നുള്ള കണക്ഷൻ. ഇൻസ്റ്റലേഷൻ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ എവിടെയും തട്ടി ചിലപ്പോൾ ഷോർട്ടാവും. ഈ ബ്ലൂ കളറാണ്, കട്ടിയുള്ള ബ്ലൂ കളറാണ് നമ്മുടെ സ്റ്റീരിയോ എന്നുള്ള ഇൻപുട്ട് ആംപ്ലിഫയറിലോട്ടുള്ള ഇൻപുട്ട് വയറാണത്. നേരെ വണ്ടിയുടെ ബാക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതാണ് ഈ വയർ, റെഡ് വയർ. ഇത് ആംപ്ലിഫയറിൻ്റെ പുറകിലുള്ള 12 വോൾട്ടിൻ്റെ ഒരു സ്ക്രൂ ഉണ്ട്, പ്ലസ് 12 വോൾട്ട്. അതിനകത്താണ് നമ്മൾ ഈ ബാറ്ററിയുടെ വയർ കണക്ട് ചെയ്യേണ്ടത്. അടുത്തതെന്ന് പറയുന്നത് എർത്ത് വയറാണ്, ഗ്രൗണ്ട്. അതാണ് ഈ വയർ. ഈ വയർ ഞാൻ നേരെ വണ്ടിയിലൊരു ബോൾട്ടിനകത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ പീസിന് പുറകിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല എർത്ത് കിട്ടുന്ന ഒരു ബോൾട്ടിൽ കണക്ട് ചെയ്താൽ മതി. എർത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ബോൾട്ടിൻ്റെ വയർ തട്ടുന്ന ഭാഗത്ത് പെയിൻ്റ് ഒന്നും കാണരുത്, നല്ല ഗ്രൗണ്ടിങ് പോയിൻ്റ് ആയിരിക്കണം. നല്ല നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ഗ്രൗണ്ടിങ് പോയിൻ്റ് ആയിരിക്കണം. അത് ഗ്രൗണ്ട് വയർ. പിന്നുള്ളത് റിമോട്ടിൻ്റെ വയറാണ്, സ്റ്റീരിയോയുടെ റിമോട്ടിൻ്റെ വയറാണിത്. സ്റ്റീരിയോ ഓൺ ആകുമ്പോൾ നമ്മുടെ സബ് ഓൺ ആകുന്നതിന് വേണ്ടിയുള്ള ഒരു കണക്ഷനാണിത്. ഇതിന് റിമോട്ടെന്നും പറഞ്ഞ ഒരു പിന്നും കൂടെ നമ്മുടെ ആംപ്ലിഫയറിൻ്റെ പുറകിൽ കാണും. ഇതാണ് ആ പിന്ന്, ഇവിടെയാണ് റിമോട്ടിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ടത്. ഇത്രയാണ് ആംപ്ലിഫയറിൻ്റെ കണക്ഷൻസ്. നമുക്കിനി കണക്ഷൻസ് കൊടുക്കാം. ഇവിടെ ഞാൻ കണക്ഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു, കാണാൻ പറ്റും. എല്ലാ വയറും നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇൻസുലേറ്റ് ചെയ്ത് തന്നെ കൊടുക്കണം. അടുത്തായിട്ട് നമുക്ക് സ്റ്റീരിയോ എന്ന് വരുന്ന ഇൻപുട്ട് ആംപ്ലിഫയറിലോട്ട് കൊടുക്കാം. ഇപ്പോൾ പല വയറും പല കളറിലാണ് വരുന്നത്. എന്നാലും ഇവിടെ ഞാൻ വാങ്ങിച്ചത് വയറിൽ ബ്ലൂ ആണ് വന്നിരിക്കുന്നത്, വൈറ്റിന് പകരം റെഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വയറിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോർട്ടഡ് ബോക്സ്. പോർട്ടഡ് ബോക്സ് എന്ന് പറയുമ്പോൾ അതിനിങ്ങനൊരു ഹോള് കാണും അകത്ത്, ഈ എയർ പുറത്തു പോകാൻ വേണ്ടി. അകത്ത് സബ് ഉണ്ടാക്കുന്ന എയർ പുറത്തു പോകാൻ വേണ്ടിയുള്ള ഒരു പാസേജാണ് ഇത്. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടാമതൊരു ബോക്സ് എടുത്തപ്പോൾ ഇത് ഞാൻ മാറ്റി വെച്ചിരിക്കുക. ഇതും ഇതിൻ്റെ വയറിങ്ങും സെയിം ആണ്, മറ്റേതിന് അതേ സെയിം വയറിംഗ് ആണ്. അതേ വയറിംഗ് ഉണ്ടെങ്കിൽ ഇത് ആംപ്ലിഫയർ ഇതിൽ തന്നെ വരുന്ന മോഡലാണ്. പ്രത്യേക ആംപ്ലിഫയർ വേണ്ട, ഇതിന് ആംപ്ലിഫയർ ഇതിൽ തന്നെ ഉണ്ട്. കണക്ഷൻസ് എല്ലാം സെയിം ആണ്, സിമ്പിളായ കണക്ഷൻസ് ആണ് ഇതിലുള്ളത്. ഗ്രൗണ്ട്, ബാറ്ററി ടെർമിനൽ എന്നുള്ള വയർ, റിമോട്ടിൻ്റെ വയർ. ഇതിൽ നമ്മൾ ഫ്യൂസ് പറഞ്ഞ ഇതിൽ തന്നെ ഉണ്ട്. അപ്പം നേരിട്ട് നമ്മൾ ബാറ്ററി കണക്ഷൻ ഇതിൽ കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതിൽ തന്നെ പൊയ്ക്കോളും ഫ്യൂസ്. അതിനായിട്ട് ഫ്യൂസ് ഇതിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് ഈ വൂഫറിൻ്റെ സബിൻ്റെ വോളിയം ഇതിൽ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഫുള്ള് ബാസ് കിട്ടണമെങ്കിൽ ഇവിടെ ഇടുക. പിന്നെ നമുക്ക് ബാസ് അത്രയ്ക്ക് വേണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സ്പീക്കറിന് ഓണൊക്കെയുള്ള ലോ ഫ്രീക്വൻസി കുറച്ചിടുക. LPFന് പകരമുള്ളൊരു LPF, എല്ലാ ആംപ്ലിഫയർ ചെയ്യുന്ന LPFൻ്റെ അതേ ഫംഗ്ഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിലിട്ട് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി കിട്ടും, ഇതിട്ടുന്ന ഹൈ ഫ്രീക്വൻസി കിട്ടും. ഇത് നമ്മുടെ ഫ്രീക്വൻസിയുടെ അളവ് എത്രയാണെന്നുള്ളതാണ്, അളവ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണിത്. ഇതെപ്പോഴും നമ്മളൊരു മുക്കാൽ ഭാഗമാക്കി വെച്ചേക്കണം, ഫുള്ളിലിട്ട് യൂസ് ചെയ്യരുത്. പിന്നെ നമുക്ക് ഇൻപുട്ട്, സ്റ്റീരിയോ എന്ന് വരുന്ന ഇൻപുട്ട് ഇതിലാണ് കൊടുക്കേണ്ടത്. ഇൻപുട്ട് എന്നുള്ളത് ഇൻപുട്ട് ഇതിൽ കൊടുക്കുക. നമുക്ക് ഓക്സ് കേബിളും ഇത് യൂസ് ചെയ്യാൻ പറ്റും.
ഇതിൻ്റെ പഴയ സബ്ബാണ്, ക്രാക്കേഴ്സ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളതാണ്. അതിൽ വലിയ ഒരു ഹെവി ബാസ് ഇതിനകത്തുനിന്ന് കിട്ടാത്തതുകൊണ്ടാണ് ഞാനിത് മാറ്റി വേറെ എക്സ്പ്ലോഡിൻ്റെ ആക്കിയത്. ഇത് പോർട്ടഡ് ബോക്സ് എന്ന് പറയും. ഞാൻ വണ്ടിയിൽ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സീൽഡ് ബോക്സാണ്. അതിൽ ഈ ഹോള് വരത്തില്ല. ഇത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മുടെ സബ് വർക്കിംഗ് ആണ്. സൗണ്ട് പോരെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ നോബ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതാണ് ആ കാണുന്ന നോബ്. തിരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫുള്ളിൽ വയ്ക്കാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു 3/4 ഭാഗം തിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ സബ് വർക്കിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. ഇതേ കണക്കുള്ള വീഡിയോസുമായി വീണ്ടും കാണാം.